മക്കളെ, സ്വദേശങ്ങളിലും വിദേശങ്ങളിലും ഇരുന്നു കൊണ്ട് 3 മിനിറ്റ് പ്രാർത്ഥന എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ആയിരക്കണക്കിന് ആളുകൾ 3 മിനിറ്റ് കൂടുമ്പോൾ എത്ര മണിക്കൂറായി? ഇത്രയും പേരുടെ പ്രാർത്ഥനയാണ് ഇന്ന് എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് സമ്മാനമായി തരുന്നത്. ഇന്ന് കർത്താവ് തരുന്ന വചനം 100-ാം സങ്കീർത്തനം 4-ാം വാക്യം. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. പ്രാർത്ഥനയുടെ 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കൃതജ്ഞത, മറ്റൊന്ന് സ്തുതിപ്പ്. നമ്മളെല്ലാവരോടും നന്ദിയുള്ളവരായിത്തീരണം. നമ്മുടെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും ഉപകാരികളായാലും ഗുണകാംക്ഷികളായാലും എല്ലാവരോടും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ കാണാമെന്ന്. നാം വളരാൻ, നാം ഉയരാൻ, നാം ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ചേരാൻ എത്ര പേര് നമുക്ക് കുനിഞ്ഞു തന്നിട്ടുണ്ട്, എത്ര പേര് മാറി തന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? എല്ലാവരോടും നന്ദി പറയുന്നവർക്ക് കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുക, കിട്ടാത്ത നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇത് നന്ദി പറച്ചിലും സ്തുതിപ്പും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ 2 ചിറകുകളാണ്. കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുവാനും കിട്ടാത്തതിനെ ഓർത്ത് സ്തുതിക്കുവാനും എൻ്റെ രോഗങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ അവഗണനകൾ, കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു പറഞ്ഞാൽ പിന്നെ പിശാചിന് അവിടെ സ്ഥാനമില്ല. പിശാചിൻ്റെ സാമ്രാജ്യം തകരുകയും സ്വർഗത്തിൻ്റെ സാമ്രാജ്യം വിടരുകയും ചെയ്യും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഇത് ഷെയർ ചെയ്യുന്ന മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.